ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ആപ്സ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. പല ആവശ്യങ്ങൾക്ക് പല സമയത്ത് പല ആപ്സും നമുക്ക് ആവശ്യമായി വരാറുണ്ട്. നമ്മളത് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ അത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ നമ്മൾ റിമൂവ് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാറുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് കടന്നോട്ടെ എന്നുള്ള ലെവലിൽ നമ്മൾ വെക്കാറുണ്ട്. പരമാവധി നമ്മൾ ആപ്സ് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമില്ല എങ്കിൽ നമ്മൾ റിമൂവ് ചെയ്ത് ഒഴിവാക്കുക. കാരണം നമുക്ക് വീണ്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്സൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ സ്പീഡിനും മെമ്മറി പവറിനൊക്കെ അങ്ങനെ ആവശ്യമില്ലാത്ത ആപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി റിമൂവ് ചെയ്ത് ഒഴിവാക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫോണിൻ്റെ റാമിനും അതുപോലെ മെമ്മറി ഇതിനൊക്കെ നമ്മളെ സ്പീഡ് കുറയാനൊക്കെ അത് കാരണമായി തീരും. അപ്പോൾ പരമാവധി നമ്മൾ ആവശ്യം കഴിഞ്ഞ ആപ്സൊക്കെ റിമൂവ് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, ഞാൻ ഇന്ന് നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾക്ക് എന്തെല്ലാം പെർമിഷൻ എന്തൊക്കെ കൊടുക്കുന്നതെന്ന് നമ്മളെല്ലാതും അലോ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ആപ്സിന് ഏതൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന ഒരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസ്, നിങ്ങൾക്ക് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ആപ്പ്, ഏത് ആപ്പാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ പേൻ്റെ ആപ്സ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് അതിൽ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് എത്തുക. ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ആപ്പ് പെർമിഷൻസ് എന്ന് കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഇപ്പോൾ ഏതൊക്കെ അലോഡ് എന്ന് പറഞ്ഞിട്ട് മേലെ കാണുന്നുണ്ട്. അതിൽ ക്യാമറ, കോണ്ടാക്റ്റ്, ലൊക്കേഷൻ, ഓൺലി വൈൽ ആപ്സ് ഇൻ യൂസ് ഉപയോഗിക്കുക. ഇത് നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യുക, അതൊക്കെയാണ് കാണിക്കുന്നത്. അതൊക്കെ നമ്മൾ അലോ ചെയ്തിട്ടുണ്ട്. SMS, ടെലിഫോണ്, പിന്നെ അലോ ചെയ്യാത്ത സംഭവമാണ് സ്റ്റോറേജ്. അപ്പോൾ അങ്ങനെ പല ആപ്സിനും പല ആവശ്യമില്ലാത്ത നമ്മൾ പെർമിഷൻസൊക്കെ ചില ആപ്സ് നമ്മളോട് ചോദിക്കും. ഇപ്പോൾ ഇതിൽ ഗൂഗിൾ പേ എന്നൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. കാരണം ഈ പെർമിഷൻസൊക്കെ ഇപ്പോൾ ക്യാമറ സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ പെർമിഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ ആവശ്യമില്ലാത്ത പെർമിഷൻസൊക്കെ നമ്മൾ അലോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം അങ്ങനെ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആവശ്യമില്ലാത്ത പെർമിഷൻസ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാതിരിക്കുക. കാരണം നമ്മുടെ ചില ആപ്സൊക്കെ നമ്മുടെ കോൾ ഹിസ്റ്ററി, അതല്ലെങ്കിൽ നമ്മുടെ ഗാലറിയുടെ പെർമിഷൻ ചോദിക്കുന്ന ആപ്സ് ഉണ്ട്. അതുമായി നമ്മുടെ ഡാറ്റ, നമ്മൾ ഫോണിൽ സേവ് ചെയ്യുന്ന ഡാറ്റകളെ കുറിച്ചൊക്കെ പെർമിഷൻ ചോദിക്കുന്ന ചില ആപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുക്കേണ്ട ആപ്പുകളുണ്ട്. ചില ആപ്പിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുക. അതല്ലാതെ ഉപയോഗമില്ലാത്ത ആവശ്യമില്ലാത്ത ഇപ്പോൾ ഒരു ട്രൂ കോളർ അങ്ങനല്ലതല്ലെങ്കിൽ അങ്ങനെ ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ ഉപയോഗത്തിനുള്ള എന്തെങ്കിലും ആപ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പെർമിഷൻസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാത്ത പെർമിഷൻസൊക്കെ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ആപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ പെർമിഷൻസ് ഏതൊക്കെ ആപ്സിന് കൊടുത്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ ഫീച്ചറിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.